സത്യം പറഞ്ഞില്ലെങ്കിൽ മരണം വരിക്കേണ്ടി വരുന്ന ഒരു ഗെയിം. പണത്തോടുള്ള അതിമോഹം കാരണം ദമ്പതികൾ പങ്കെടുക്കുന്ന ആ ഗെയിമും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ സിനിമയിലുള്ളത്. എല്ലാവർക്കും സിനിമാ കിസയിലേക്ക് സ്വാഗതം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫിജി സിറ്റിയുടെ ഒരു നഗരക്കാഴ്ചയാണ് നമ്മെ കാണിക്കുന്നത്. ഒരു വലിയ ബിൽഡിങ്ങിൽ നിന്ന് ഒരാൾ ചാടി ആത്മഹത്യ ചെയ്യുന്നത് കാണാം. ആ ആത്മഹത്യ ചെയ്തു കിടക്കുന്ന ആളെ ആരോ വീഡിയോ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. അത് ലൈവായി ലോകമെമ്പാടുമുള്ള ആളുകളെല്ലാം കാണുന്നതായും നമ്മളെ കാണാം. ആ സ്ക്രീനിൽ നിന്ന് മാറി ടേബിൾ നമ്പർ 21 എന്ന് എഴുതിയിരിക്കുന്നത് കാണിക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ മൂവിയുടെ മെയിൻ ക്യാരക്ടേഴ്സായ സിയയും വിവാനയുമാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും ഫിജിയിലേക്കൊരു യാത്രയിലാണ്. ബിസിനസ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. സിയ ഒരു ലക്കി ഡ്രോ ജയിച്ചിരുന്നു. അതിൽ അവർക്ക് 4 ദിവസത്തെ ഫിജി ടൂറാണ് ലഭിച്ചത്. ആ യാത്രയുടെ ആരംഭത്തിലാണവർ. അവർ ഫിജി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നു. റിസോർട്ടിൻ്റെ വണ്ടി വന്നവരെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. രണ്ടുപേരും വളരെയധികം സന്തോഷത്തിലാണ്. വളരെ ഭംഗിയുള്ള ഒരു ബീച്ച് റിസോർട്ടായിരുന്നു അവർക്ക് താമസിക്കാൻ വേണ്ടി കിട്ടിയത്. അവർ അവരുടെ വെക്കേഷൻ മാക്സിമം എൻജോയ് ചെയ്തത് നമുക്ക് കാണാം. സിയ ഉറക്കമെഴുന്നേൽക്കുമ്പോൾ വിവാൻ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ അപ്ലൈ ചെയ്ത ഏതെങ്കിലും ജോലിയുടെ അപ്ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കുകയാണ്. ആ ദിവസം സിയയുടെയും വിവാൻ്റെയും 5ാം വിവാഹ വാർഷികമാണ്. സിയ കോഫി തയ്യാറാക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ വിവാൻ്റെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഡയമണ്ട് നെക്ലേസ് ആയിരുന്നു അത്. അത് കണ്ട സിയയ്ക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ ഈ നെക്ലേസ് വാങ്ങാൻ അവൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു എന്ന് അവൾക്കറിയാം. അത് ഓർത്തപ്പോൾ അവൾക്ക് സങ്കടവുമായി. എന്നാൽ വിഷമിച്ചിരിക്കുന്ന അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വിവാൻ പലതും പറയുന്നുണ്ട്. അപ്പോഴേക്കും വിവാനും സിയയ്ക്കും ഒരു ബൊക്കെയും ഒരു ഇൻവിറ്റേഷൻ ലെറ്ററും ലഭിക്കുന്നു. അവർ താമസിക്കുന്ന റെസ്റ്റോറൻറ്റ് അവർക്കൊരു സർപ്രൈസ് ആയിട്ടുള്ള ആനിവേഴ്സറി ലഞ്ച് അറേഞ്ച് ചെയ്തതിൻ്റെ ഇൻവിറ്റേഷൻ ആയിരുന്നു അത്. അവർ രണ്ടുപേരും ലഞ്ചിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലഞ്ചിന് പിക്ക് ചെയ്യാൻ വേണ്ടി വന്ന വണ്ടി ഒരു സീപ്ലെയിൻ ആയിരുന്നു. അവർ ആ വ്യത്യസ്തമായ ആദ്യ സീപ്ലെയിൻ യാത്ര നന്നായി ആസ്വദിക്കുന്നുണ്ട്. അവരെ ആ റെസ്റ്റോറൻറ്റിലും വളരെ നന്നായിട്ടാണ് വെൽക്കം ചെയ്തിരുന്നത്. അവർക്ക് ആനിവേഴ്സറി കേക്കും ലഞ്ചും എല്ലാം അവിടെ തയ്യാറായിരുന്നു. ആ ദിവസം അവരുടെ ഫിജി ട്രിപ്പിൻ്റെ അവസാന ദിവസമായിരുന്നു. അവർ നാട്ടിലേക്ക് തിരിച്ചുപോയി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരാൾ കടന്നു വരുന്നു. അയാൾ തൻ്റെ പേര് ഖാൻ എന്നാണെന്നും താൻ അവരുടെ ഹോസ്റ്റാണെന്നും പറഞ്ഞ് അവരെ പരിചയപ്പെടുന്നുണ്ട്. ഈ റിസോർട്ട് അയാളുടേതാണെന്ന്, ആനിവേഴ്സറി ലഞ്ചിന് അവർക്ക് ഇൻവിറ്റേഷൻ അയച്ചത് അയാളാണെന്നും പറയുന്നു. ഖാൻ അവർക്ക് ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള ഒരു വൈൻ സെർവ് ചെയ്യുന്നുണ്ട്. വിവാനുമായിട്ടുള്ള സംഭാഷണത്തിൽ ഇംപ്രസ്ഡായ ഖാൻ അവർ രണ്ടുപേരെയും ഒരു ലൈവ് ഗെയിമിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. അയാളുടെ റെസ്റ്റോറൻറ്റിന് ഒരു ഓൺലൈൻ ഗെയിമിംഗ് വെബ്സൈറ്റുമായി ടൈഅപ്പ് ഉണ്ടെന്നും ഈ ഗെയിമിന് ടോട്ടൽ 8 മില്യൺ വ്യൂസ് ഉണ്ടെന്നും പറയുന്നു. ആ ഗെയിമിൻ്റെ പേരാണ് ടേബിൾ നമ്പർ 21. ഈ ലൈവ് ഗെയിം അവർ ഖാനിനെതിരായിട്ടാണ് കളിക്കേണ്ടത്. ടേബിളിൻ്റെ ഒരു വശത്ത് വിവാനും സിയയും മറുവശത്ത് ഖാനും ഇരിക്കും. എന്നിട്ട് ഖാൻ 8 ചോദ്യങ്ങൾ അവരോട് ചോദിക്കും. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട 8 ചോദ്യങ്ങളായിരിക്കും അത്. ആ ചോദ്യങ്ങളുടെ ഒപ്പം 8 ടാസ്കുകളും അയാൾ അവർക്ക് നൽകും. ചോദ്യങ്ങളുടെ ആൻസേഴ്സ് യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഈ ഗെയിമിന് ടോട്ടൽ 10 മില്യൺ ഫിജി ഡോളറാണ് പ്രൈസ് മണി, അതായത് 21 കോടി രൂപ. പ്രൈസ് മണി കേട്ട് വിവാനും സിയയും അത്ഭുതപ്പെടുന്നു. വിവാന് ഇത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നേയുണ്ടായിരുന്നില്ല. വിവാൻ സിയയുടെ അടുത്ത് മാറി നിന്ന് സംസാരിക്കണമെന്ന് പറയുന്നു.
സിയയ്ക്ക് ഈ ഗെയിം കളിക്കണമെന്നുണ്ട്. ആക്ച്വലി അവൾ ഈ ഗെയിമിന് വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഖാനിന് നമ്മളെക്കുറിച്ച് എന്തറിയാം, ഒന്നും സംഭവിക്കില്ല എന്നും ഈ ഗെയിം നമുക്ക് കളിക്കാമെന്നും സിയ വിവാനോട് പറയുന്നു. എന്നാൽ വിവാന് ഇതിൽ എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. എന്തായാലും സിയയുടെ നിർബന്ധത്തിന് വഴങ്ങി അവനും ഈ ഗെയിമിന് വേണ്ടി ഓക്കെ പറഞ്ഞു. വിവാൻ, സിയ എന്നിവരെ കൂട്ടി ഖാൻ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ നിറയെ ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഖാൻ ഒരു ഷാമ്പെയിൻ ഗ്ലാസ് എടുത്ത് ഫോർക്ക് വെച്ച് തട്ടുന്നു. എന്തിനോ തുടക്കം കുറിക്കാനായിരുന്നു ആ സിഗ്നൽ. ആ ശബ്ദം കേട്ടപ്പോഴേക്കും റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും എഴുന്നേറ്റ് പോകുന്നു. അവിടെയുള്ള വെയിറ്റേഴ്സ് വന്ന് ടേബിളും ചെയറുമെല്ലാം ക്ലിയർ ആക്കുന്നതായി നമുക്ക് കാണാം. അപ്പോഴേക്കും ലിഫ്റ്റ് തുറന്ന് ഒരു ക്രീം കളർ കോട്ടിട്ട ആളും അയാളുടെ പിറകിൽ 2 ആളുകൾ ടേബിളും തള്ളിക്കൊണ്ടുവരുന്നുണ്ട്. ക്രീം കളർ കോട്ടിട്ട ആള് വിവാനും സിയയ്ക്കും ഓരോ ഫയല് കൊടുക്കുന്നുണ്ട്. ആ ഗെയിമിൻ്റെ റൂളുകളും അവർക്ക് ഒപ്പിടാനുള്ള സമ്മതപത്രവുമായിരുന്നു അത്. അവരുടെ പേഴ്സണൽ ഫോണുകൾ അവരുടെ അടുത്തുനിന്ന് വാങ്ങി അവർക്ക് വേറെ ഫോൺ കൊടുക്കുന്നു. അവർക്ക് കൊടുത്ത ഫോണിൽ ഇൻകമിംഗ് കോൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ, ഔട്ട് ഗോയിങ് കോൾ അവൈലബിൾ അല്ല. ഇവർ ആരുടെയും അടുത്തുനിന്ന് സഹായം തേടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ. അവരെ ഫുൾ ടൈം നിരീക്ഷിക്കാൻ വേണ്ടി ക്യാമറകളും വെച്ചിട്ടുണ്ട്. അവർ പറയുന്ന ആൻസർ സത്യമാണോ അല്ലയോ എന്നറിയാൻ അവരുടെ കയ്യിൽ ലൈ ഡിറ്റക്ടേഴ്സും ഇൻസ്റ്റാൾ ചെയ്യുന്നു. അവർ എല്ലാ ക്വസ്റ്റ്യനും ശരിയായ ആൻസർ പറഞ്ഞാൽ മാത്രമേ 21 കോടി രൂപ കിട്ടുകയുള്ളൂ. ചോദ്യത്തിൻ്റെ ആൻസർ പറയുമ്പോൾ സത്യമാണെങ്കിൽ ഗ്രീൻ ലൈറ്റും നുണയാണെങ്കിൽ റെഡ് ലൈറ്റും കത്തും. അങ്ങനെ അവർ ആ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ തത്സമയം അവരുടെ സംഭാഷണം കേൾക്കുന്നതായി നമുക്ക് കാണാം. ഖാൻ ടേബിൾ നമ്പർ 21 എന്ന ബോർഡും ഒരു ലാപ്ടോപ്പും വെച്ച് വിവാന്റെയും സിയയുടെയും ഓപ്പോസിറ്റായി ഇരിക്കുകയാണ്. ഖാൻ വിവാനോട് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത് 1 കോടി രൂപയാണ്. ഏതെങ്കിലും പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് വിവാന് സിയയുടെ അടുത്ത് പ്രണയം പ്രകടിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം. വിവാൻ ചിരിച്ചുകൊണ്ട് അതിന് അതെ എന്ന് ഉത്തരം നൽകി. അപ്പോൾ ഗ്രീൻ ലൈറ്റും തെളിഞ്ഞു. വിവാന് ക്ലോസ്ഡ് ആയിട്ടുള്ള പ്ലേസിൽ റൊമാൻസ് ചെയ്യുന്നതാണ് താല്പര്യമെന്ന് പറയുന്നു. അപ്പോൾ ഖാൻ വിവാന് ആദ്യത്തെ ടാസ്ക് കൊടുക്കുന്നു. വിവാനോട് സിയയെ വളരെ പാഷനോടെ ഏറ്റവും ബിസിയുള്ള സ്ട്രീറ്റിൽ വെച്ച് കിസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതിന് വിവാനും സിയയും സമ്മതിക്കുന്നു. അവരെ 2 പേരെയും ആ സ്ട്രീറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ചുറ്റും ക്യാമറയുമായി ആളുകളെയും അവരെ ഷൂട്ട് ചെയ്യാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. വിവാന് സ്ട്രീറ്റിൻ്റെ നടുക്കെത്തിയപ്പോൾ എല്ലാവരും തന്നെ നോക്കുന്നത് കൊണ്ട് ഒരു കംഫർട്ട് ഫീലിംഗ് കിട്ടുന്നില്ല. അപ്പോൾ സിയ അവന് ധൈര്യം കൊടുക്കുന്നു. ഏതെങ്കിലും പബ്ലിക്കായ സ്ഥലത്ത് വെച്ച് തന്നെ കിസ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ചെയ്യാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. 2003 നടന്ന ഒരു ക്രിസ്മസ് പാർട്ടിയായിരുന്നു അത്. വിവാൻ ആ പാർട്ടിയിൽ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിയ അവളുടെ കൂട്ടുകാരികളുടെ കൂടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സിയയുടെ ബോയ്ഫ്രണ്ട് ബോബി വന്നിട്ട് അവളുടെ അടുത്ത് വഴക്കടിക്കുന്നത് വിവാൻ കാണുന്നു. സിയ ദേഷ്യപ്പെട്ട് വിവാന്റെ അടുത്തു വന്ന് റം ചോദിക്കുന്നു. ബോബി അവൾക്ക് ശരിയായ ആളല്ല എന്ന് വിവാൻ അവളോട് പറയുന്നു. എന്നിട്ട് അവൾക്ക് റമ്മും ഒഴിച്ചു കൊടുക്കുന്നു. സിയ ഡാൻസ് കളിക്കാൻ വേണ്ടി വിവാനെ വിളിക്കുന്നു. വിവാൻ അവളെ കുറേ സമയമായി നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൾ കണ്ടിരുന്നു. അത് വിവാനോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ വിവാൻ അവളുടെ അടുത്ത് ഒരു കവിത പറഞ്ഞ് അവളെ ഇംപ്രസ് ചെയ്യുന്നു. ആ മൊമെൻറ്റിൽ അവർ കിസ് ചെയ്യാൻ പോയിരുന്നു, പക്ഷേ ചെയ്തില്ല. വിവാൻ ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഫുൾ ആളുകൾ കൂട്ടമായിരുന്ന ആ സ്ട്രീറ്റിൽ വെച്ച് സിയെ ഭയങ്കര പാഷനോടെ കിസ് ചെയ്യുന്നു. ഇതെല്ലാം ക്യാമറകൾ വഴി ലൈവ് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഖാൻ ഈ ടാസ്കിൽ ഭയങ്കര വ്യൂസ് വന്നതിൽ വിവാനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. എന്നാൽ വിവാൻ വിചാരിച്ചത് ഇതൊരു പ്രാങ്ക് ഷോയാണെന്നാണ്. ആരെങ്കിലും ഒരു കിസ്സിന് വേണ്ടി 1 കോടി രൂപ തരുമോ എന്നാണ് വിവാന്റെ ചോദ്യം. അത് പറഞ്ഞ് അവിടെ നിന്ന് 2 പേരും പോകാനിറങ്ങുന്നു.
അവർക്കായി ലിഫ്റ്റ് ഓപ്പൺ ചെയ്തു കൊടുക്കുമ്പോൾ ആ ലിഫ്റ്റിൽ നിറയെ പണമായിരുന്നു. 1 കോടി രൂപ വിവാന്റെ ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തും കഴിഞ്ഞിരുന്നു. അതിൻ്റെ മെസ്സേജ് വിവാനെ ഫോൺ എടുത്ത് അവർ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ വിവാനും സിയയ്ക്കും മനസ്സിലായി ഇതൊരു പ്രാങ്ക് ഷോയല്ല, ഒരു ഗെയിം തന്നെയാണെന്ന്. അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നു. ഖാനിനെ തെറ്റിദ്ധരിച്ചതിൽ അവർ അയാളോട് മാപ്പ് ചോദിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് സിയ ഖാനിനോട് ചോദിക്കുന്നു. ഖാൻ സിയയെയും വിവാനെയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. ഖാൻ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ട് വിവാനോട് സിയയുടെ എല്ലാ കാര്യങ്ങളും അറിയുകയും ഫുള്ളായി അവളെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിന് അവൻ അതെ എന്ന് പറഞ്ഞു. പക്ഷേ അത് ഗെയിമിൻ്റെ പാർട്ടായിട്ടുള്ളൊരു ചോദ്യമല്ലായിരുന്നു, അതൊരു ഒപ്പീനിയൻ ചോദിക്കൽ മാത്രമായിരുന്നു. അടുത്ത ചോദ്യം സിയയോടായിരുന്നു. 2 കോടി രൂപയുടേതായിരുന്നു ആ ചോദ്യം. സിയയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വിവാന് അറിയുമോ എന്നതായിരുന്നു ആ ക്വസ്റ്റ്യൻ. സിയ 1 മിനിറ്റ് വിവാന്റെ മുഖത്ത് നോക്കുന്നു, എന്നിട്ട് നോ എന്ന് പറയുന്നു. അതിനുശേഷം ഗ്രീൻ ലൈറ്റും കത്തുന്നുണ്ട്. ഇതു കണ്ട വിവാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. എന്നാൽ സിയയെ അവൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അടുത്ത ടാസ്ക് സിയ അയാൾ കുക്ക് ചെയ്ത് കൊണ്ടുവന്ന ഏതോ ഒരു നോൺ വെജ് കഴിക്കണമെന്നായിരുന്നു. സിയ പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു. സിയയ്ക്കത് കഴിക്കാൻ പറ്റില്ല എന്ന് വിവാൻ വിചാരിച്ചു. വിവാൻ അതുകൊണ്ട് ആ ഗെയിം തോറ്റു എന്ന് പറഞ്ഞ് പിന്മാറാൻ തുടങ്ങി. പക്ഷേ സിയ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും അത് കഴിക്കാൻ തുടങ്ങി. അവൾ വിഷം കഴിച്ചാൽ പോലും നോൺ വെജ് കഴിക്കില്ല എന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. അവൾ കഴിക്കുന്നത് കണ്ട് അവൻ അതിശയിച്ചു നിന്നു. അവന് അവളെക്കുറിച്ച് ഇതുപോലും അറിയില്ല എന്ന ചിന്ത അവനെ ആകുലനാക്കി. സിയ ആ നോൺ വെജ് കഴിച്ച് ഭയങ്കരമായി ഛർദ്ദിക്കുന്നു. ഛർദ്ദിച്ച ശേഷം വിവാനും ഖാനും ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവൾ വന്നിരിക്കുകയാണ്. സിയ ഛർദ്ദിക്കുന്ന കണ്ടിട്ട് വിവാൻ അവൾ ഓക്കെ ആണോ എന്ന് പോലും ചോദിച്ചില്ല. അതിൽ അവൾ വളരെ അപ്സെറ്റ് ആയിരുന്നു. അപ്പോൾ അവളുടെ മൂഡ് ഓക്കെ ആക്കാൻ വേണ്ടി 21 കോടി രൂപ ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കാൻ ഖാൻ പറയുന്നു. അപ്പോൾ അവൾ അത് ആലോചിച്ച് സന്തോഷവതിയാകുന്നു. ഖാൻ 3ാമത്തെ ക്വസ്റ്റ്യൻ വിവാനോട് ചോദിക്കുകയാണ്. അയാൾ ജീവിതത്തിൽ ആരെയെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു ആ ചോദ്യം. അപ്പോൾ അവൻ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സെൻറ്റ് വില്യംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് നമ്മളെ കാണിക്കുന്നത്. അവിടെയാണ് വിവാനും സിയയും പഠിച്ചത്. വിവാൻ കോളേജിൻ്റെ ആങ്കണത്തിൽ സിയയുടെ ആ സമയത്തെ ബോയ്ഫ്രണ്ട് ആയിട്ടുള്ള ബോബിയോട് സംസാരിക്കുന്നത് നമുക്ക് കാണാം. ക്രിസ്മസ് ഈവനിങ് നടന്ന പാർട്ടിയിൽ വിവാനും സിയയും കൂടെ ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്തുവെന്നും അതിനുശേഷം ഡാൻസ് ചെയ്തുവെന്നും പിന്നെ 2 പേരും കൂടി രാത്രി ഒരുമിച്ച് ചിലവഴിച്ചുവെന്നും ബോബിയോട് പറയുന്നു. അത് കേട്ട ബോബി ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. അപ്പോൾ അവിടേക്ക് കടന്നു വന്ന സിയ ഇതൊന്നും അറിയാതെ ബോബിയുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങുന്നു. ബോബി അവളോട് നിനക്ക് വിവാനെ അറിയുമോ എന്ന് ചോദിക്കുന്നു. അറിയാം, ക്രിസ്മസ് പാർട്ടിയുടെ നൈറ്റിൽ പരിചയപ്പെട്ടതാണെന്ന് അവളും പറയുന്നുണ്ട്. അത്രമാത്രം കേട്ട് ബോബി സിയയെ തല്ലുന്നു. അവൻ അവളെ എന്തിനാണ് തല്ലിയതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ വിവാനോട് സംസാരിക്കുമ്പോൾ അവൻ പറയുന്നത് സിയയും അവനും ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്തു എന്ന് മാത്രമാണ് ബോബിയോട് പറഞ്ഞതെന്നതാണ്. അതിനാണ് അവൻ അവളെ തല്ലിയതെന്നും ബോബി സിയയ്ക്ക് യോജിച്ച ആളല്ല എന്നും അവൻ പറയുന്നു. അങ്ങനെ അവൻ സിയയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലാഷ് ബാക്കിൽ നിന്ന് റിയൽ ടൈമിലേക്ക് തിരിച്ചു വരുന്നു. വിവാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസറിന് ഗ്രീൻ ലൈറ്റ് തന്നെയാണ് കത്തുന്നത്. അടുത്ത ടാസ്ക് എന്നതെന്ന് വെച്ചാൽ ഖാനിനെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നതായിരുന്നു. ആ ടാസ്ക് വിവാൻ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ വിവാന് ഇത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യനും ടാസ്കിനുമെല്ലാം ഇത്രയും കൂടുതൽ പ്രൈസ് മണി തരുന്നതിൽ എന്തോ സംശയം ഉള്ളതായി തോന്നി. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി അവരെ ഒരു പാർക്ക് വഴി കൂട്ടിക്കൊണ്ടു പോകുന്നു. ഒരു ബിൽഡിങ്ങിലേക്കാണ് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ ഒരു ടേബിളിന് ഓപ്പോസിറ്റായി അവരെ ഇരുത്തി അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട്. വൈഫിനെ രക്ഷിക്കാൻ വേണ്ടി ഏത് ഭയത്തെ എതിരിടാനും വിവാന് പറ്റുമോ എന്നതായിരുന്നു അടുത്ത ചോദ്യം. അവൻ അതിന് യെസ് എന്ന് ആൻസർ കൊടുക്കുന്നു. ഗ്രീൻ ലൈറ്റും തെളിയുന്നു. അപ്പോൾ അവരെ ടാസ്കിനു വേണ്ടി ഒരു ലബോറട്ടറി പോലുള്ള സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്.
എന്നിട്ട് സിയയെ ഒരു ഗ്ലാസ് കൊണ്ടുള്ള ബോക്സിൽ ഖാൻ അടയ്ക്കുന്നു. അതിൻ്റെ ചാവി എടുത്ത് ഒരു സ്ഥലത്ത് വെക്കുന്നു. എന്നിട്ട് ഒരു ബീക്കർ എടുത്ത് വിവാന് നൽകിയിട്ട് ആ ബീക്കറിൽ 500 ml ബ്ലഡ് നിറയ്ക്കണം എന്ന് പറയുന്നു. അങ്ങനെ നിറച്ചാൽ മാത്രമേ ആ ചാവി അവിടെ നിന്ന് കിട്ടുകയുള്ളൂ. ആ ഗ്ലാസ് ബോക്സിൽ നിന്ന് സിയയെ റിലീസ് ചെയ്യിക്കുക എന്നതാണ് വിവാന് ലഭിച്ച ടാസ്ക്. ആ ഗ്ലാസ് ബോക്സിൽ 7 മിനിറ്റത്തേക്കുള്ള ഓക്സിജൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ അവളെ രക്ഷിച്ചില്ലെങ്കിൽ അവൾ ശ്വാസം മുട്ടി മരിക്കും. അവിടെ എന്താ നടക്കുന്നത് എന്നറിയാതെ സ്തബ്ധനായി വിവാൻ നിൽക്കുകയാണ്. വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുകയാണ്. അപ്പോൾ സിയയും വിവാനും ലൈബ്രറിയിൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സുഹൃത്തുക്കൾ വന്ന് അവരെ എന്തോ കാണിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടു പോകുന്നു. അടച്ചിട്ട ഒരു ഡോറിൻ്റെ മുകളിൽ ഏതോ ജീവിയുടെ ബ്ലഡ് എടുത്ത് വെച്ചിരിക്കുന്നു. അവിടേക്കാണ് കൂട്ടുകാർ അവനെ കൂട്ടിക്കൊണ്ടുവന്നത്. അക്രം എന്നുള്ള ഒരാൾക്കുള്ള ട്രാപ്പാണെന്ന് വിവാനോട് കൂട്ടുകാരിൽ ഒരാൾ പറയുന്നു. അപ്പോൾ അക്രം വന്ന് ആ വാതിൽ തുറക്കുകയും ബക്കറ്റിലുള്ള ബ്ലഡ് മുഴുവൻ അവൻ്റെ തലയിലേക്ക് വീഴുകയും ചെയ്യുന്നു. അത് കണ്ടു നിന്ന് വിവാനും കൂട്ടുകാരും പൊട്ടിച്ചിരിക്കുന്നു. എന്നാൽ അക്രമിൻ്റെ തലയിൽ കൂടെ ബ്ലഡ് ഒലിച്ചിറങ്ങുന്നത് കണ്ട് വിവാൻ തലകറങ്ങി വീഴുന്നു. അങ്ങനെ വീണ്ടും വിവാൻ റിയൽ ടൈമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ 7 മിനിറ്റ് ഉണ്ടായിരുന്ന ടൈമർ 6.5 മിനിറ്റിലേക്ക് മാറിയിരുന്നു. അവൻ ആ ബീക്കർ വാങ്ങി ഓടി ഒരു സർജിക്കൽ പ്രൊസീജിയർ നടത്തുന്ന സ്ഥലത്തെത്തുന്നു. അവൻ പരിഭ്രാന്തനാണ്. അവന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഓൾറെഡി ടൈമർ 4.5 മിനിറ്റ് ആയിരുന്നു. സിയയ്ക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങിയിരുന്നു. അവൻ സൂചി ഉപയോഗിച്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ട്യൂബിലൂടെ ബ്ലഡ് ബീക്കറിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് കാഴ്ചകളൊക്കെ ബ്ലറാവാൻ തുടങ്ങി. 500 ml ബ്ലഡ് അവിടെ വെച്ചിട്ട് അവൻ കീ എടുത്ത് സിയയെ ആ ഗ്ലാസ് ബോക്സിൽ നിന്ന് രക്ഷിക്കുന്നു. വിവാൻ സിയയുടെ ജീവിതത്തിന് അപകടം സംഭവിക്കാൻ പോയതിന് ഖാനിൻ്റെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഖാൻ ഇതൊക്കെ ഗെയിമിൻ്റെ ഒരു പാർട്ടാണെന്ന് പറയുന്നു. ഒരു ഓപ്പൺ ഏരിയയിൽ വെച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കുന്നത്. സിയയുടെ മുടി നഷ്ടപ്പെട്ടാലും വിവാൻ അവളെ പഴയ പോലെ തന്നെ സ്നേഹിക്കുമോ എന്നാണ് സിയയോട് ചോദിക്കുന്ന ചോദ്യം. അവൾ അതിന് യെസ് എന്ന് ആൻസർ നൽകുന്നു. ഗ്രീൻ ലൈറ്റും കത്തുന്നുണ്ട്. സിയയ്ക്ക് ഖാൻ കൊടുത്ത അടുത്ത ടാസ്ക് അവളുടെ മുഴുവൻ മുടിയും അയാൾക്ക് കൊടുക്കുക എന്നതാണ്. എന്നാൽ സിയയ്ക്ക് അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അവർക്ക് ഒരു ട്രിമ്മർ കൊടുത്തിട്ട് വിവാന്റെ അടുത്ത് സിയയുടെ തല മുഴുവൻ ഷേവ് ചെയ്യാൻ പറയുന്നു. എന്നാൽ അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവർക്ക് പോണമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അവരെ ഒരു ബോട്ടിൽ കയറ്റി വിടുന്നുണ്ട്. കുറച്ചു നേരം പോയപ്പോഴേക്കും അവരുടെ കയ്യിലെ ലൈ ഡിറ്റക്ടറിൽ നിന്ന് ബസർ സൗണ്ട് വരാൻ തുടങ്ങി. അപ്പോൾ സ്പീക്കറിൽ നിന്ന് ഖാനിൻ്റെ സൗണ്ട് കേൾക്കുന്നു. 10 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം അവർ പോയാൽ അവരുടെ ജീവൻ അപകടത്തിലാകുമെന്നും അതുകൊണ്ട് തിരിച്ചു വരാനും പറയുന്നു. ക്യാമറയിലൂടെ ഖാൻ ഇപ്പോഴും അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വിവാന് മനസ്സിലായി. വിവാൻ ബോട്ട് തിരിക്കുന്നു. അവർ തിരിച്ചുപോയി ഖാനിനെ കാണുന്നു. ഖാനിനോട് കയ്യിലെ ലൈ ഡിറ്റക്ടർ മാറ്റിത്തരാൻ വേണ്ടി പറയുന്നു. ലൈ ഡിറ്റക്ടർ മാറ്റാൻ 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ ഗെയിം കംപ്ലീറ്റ് ആക്കുക, അല്ലെങ്കിൽ അവരുടെ കൈ വെട്ടിയെടുക്കുക എന്ന് ഖാൻ പറയുന്നു. വിവാൻ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആകുന്നുണ്ട്. പക്ഷേ ഒരു കാര്യവുമില്ലായിരുന്നു. കാരണം ഖാനിൻ്റെ കൂടെ കുറേ ബോഡി ഗാർഡ്സ് ഉണ്ട്. അതുകൊണ്ട് വിവാൻ നിസ്സഹായനാണ്. വിവാൻ ട്രിമ്മർ ഉപയോഗിച്ച് സിയയുടെ മുടി ട്രിം ചെയ്യുകയാണ്. അവൾ ഭയങ്കരമായി കരയുന്നുണ്ട്. വിവാനും കരഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിനു വേണ്ടി അവരെ ഒരു ബേസ്മെൻറ്റ് പാർക്കിംഗ് പോലെയുള്ളൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോയിരുന്നത്. വിവാൻ അവൻ്റെ ഭാര്യയായ സിയയെ എപ്പോഴെങ്കിലും തല്ലിയിട്ടുണ്ടോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. സിയ അവരുടെ കുട്ടിയെ അവനോട് ചോദിക്കാതെ അബോർഷൻ ചെയ്തിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ്. അതറിഞ്ഞ് വിവാൻ സിയയെ തല്ലുന്നുണ്ട്. അതുകൊണ്ട് ഖാനിൻ്റെ ചോദ്യത്തിന് അവൻ യെസ് എന്ന ആൻസർ കൊടുക്കുന്നു. അടുത്തതായി ടാസ്ക് ലഭിച്ചത് സിയയ്ക്കാണ്. വിവാൻ അവളെ തല്ലിയതുപോലെ വിവാൻ്റെ മുഖത്ത് സിയ ഒരു ടൈറ്റായിട്ടുള്ളൊരു സ്ലാപ്പ് കൊടുക്കണമെന്നായിരുന്നു ടാസ്ക്. സിയ ആദ്യം ഒന്ന് തല്ലുന്നുണ്ട്. അപ്പോൾ
ഖാൻ ഒരു മീറ്റർ കാണിച്ചു കൊടുത്ത് അതിൽ 120 എത്തുന്ന അത്ര സൗണ്ടിൽ വേണം അടിക്കാനെന്ന് പറയുന്നു. സിയ 3-4 വട്ടം ശ്രമിച്ചിട്ടാണ് ആ സൗണ്ട് 120 എത്തുന്നത്. സിയ വിവാനെ തല്ലുന്നതിനിടയിൽ വിവാന് ആ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ വിവാനെയും സിയയെയും കുറിച്ച് ഖാനിന് കുറേ കാര്യങ്ങൾ അറിയാമെന്നും അയാൾ മനഃപൂർവ്വം തങ്ങളെ ട്രാപ്പ് ചെയ്യുകയാണെന്ന് മനസ്സിലായി. അയാൾ അത് സിയയോട് പറയുന്നു. അപ്പോൾ ഖാൻ ഒരു കോള് വരുന്നുണ്ട്. അയാൾ മാറി നിന്ന് കുട്ടികളെ ഉറക്കുന്നൊരു പാട്ട് പാടി കൊടുക്കുന്നു. അത് കേട്ട് വിവാനും സിയയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. ഫോൺ കോൾ കഴിഞ്ഞതിന് ശേഷം ഖാൻ അടുത്ത ചോദ്യം വിവാനോട് ചോദിക്കുന്നുണ്ട്. ഒരു കാരണവുമില്ലാതെ അറിയാത്ത ഒരാൾക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നായിരുന്നു ആ ചോദ്യം. യെസ് എന്ന് വിവാൻ അതിന് ഉത്തരം കൊടുക്കുന്നു. അടുത്ത സീനിൽ വിവാൻ ഒരു ഹോക്കി ബാറ്റുമായി ഒരു പാർക്കിങ്ങിലൂടെ നടക്കുകയാണ്. ഒരു ക്യാമറ അയാളെ പിന്തുടരുന്നുമുണ്ട്. EE 161 എന്ന വണ്ടി അന്വേഷിച്ചാണ് അയാൾ നടക്കുന്നത്. ആ വണ്ടി കണ്ടുപിടിച്ച ഉടനെ വിവാൻ ആ വണ്ടി അടിച്ചു പൊട്ടിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ വിവാന് ലഭിച്ച ടാസ്ക് എന്താണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. വിവാൻ ആ വണ്ടി അടിച്ചു പൊട്ടിക്കുന്നത് കണ്ട് വണ്ടിയുടെ ഉടമയും സുഹൃത്തുക്കളും അവിടെ എത്തുന്നു. അവരുമായി വിവാൻ കയ്യാങ്കളിയിൽ ഏർപ്പെടുന്നു. വിവാന് ഒത്തിരി തല്ല് ലഭിക്കുന്നുണ്ട്. ലാസ്റ്റ് അവരെയെല്ലാം തള്ളി മാറ്റി വിവാൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. അപ്പോഴേക്കും കാറിന്റെ ഉടമ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. വിവാൻ ഒരു പോലീസുകാരൻ്റെ അടുത്ത് സഹായത്തിനായി എത്തുന്നു. വിവാൻ പറയുന്നതൊന്നും കേൾക്കാതെ പോലീസുകാരൻ അവനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ അയാളെ തള്ളി മാറ്റി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നവരുടെ വണ്ടിയിൽ കയറി അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ ഖാനിന്റെ അടുത്ത് തിരിച്ചെത്തിയ അവൻ സിയെ അവിടെ കാണുന്നില്ല. ഈ ടാസ്ക് വിവാൻ കംപ്ലീറ്റ് ചെയ്തെങ്കിലും പുറത്തു നിന്നുള്ളവരുടെ സഹായം നേടാൻ ശ്രമിച്ചതിന് അവന് പണിഷ്മെന്റ് കിട്ടുമെന്ന് പറഞ്ഞു. ആ പണിഷ്മെന്റിനു വേണ്ടി സിയയെ ഖാൻ സ്ട്രിപ്പ് ക്ലബിലേക്ക് അയക്കുകയാണ് ചെയ്തത്. മാസ്ക് ഇട്ട ഒരാൾ സിയയും കൊണ്ട് സ്ട്രിപ്പ് ക്ലബിലേക്ക് പോകുന്നത് വിവാനെ കാണിക്കുന്നു. വിവാന് സ്ട്രിപ്പ് ക്ലബിൻ്റെ ലൊക്കേഷൻ കൊടുത്ത് അവളെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞുവിടുന്നു. അതേസമയം മാസ്ക് മാൻ സിയെ ഒരു പോളിൽ കെട്ടിയിട്ട് കൈകൊണ്ട് അവളുടെ ഓരോ ഡ്രസ്സ് കട്ട് ചെയ്യാൻ തുടങ്ങി. വരുന്ന വഴി വിവാനെ വാഹനമിടിക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി അവൻ സ്ട്രിപ്പ് ക്ലബിലേക്ക് എത്തുന്നു. ക്ലബിലേക്ക് കടന്നു വന്ന വിവാൻ സിയയുടെ ഓരോ വസ്ത്രങ്ങൾ ആ മാസ്ക് മാൻ കട്ട് ചെയ്യുന്നതാണ് കണ്ടത്. അത് കണ്ട് ദേഷ്യപ്പെട്ട വിവാൻ അയാളെ പൊതിരെ തല്ലുന്നു. സിയെ എന്നിട്ട് ആ പോളിൽ നിന്ന് മോചിപ്പിക്കുകയും അവൾക്ക് ജാക്കറ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് ഖാനും അവിടെ എത്തിയിരുന്നു. സിയ അവൾക്കിനി ഈ ഗെയിം വേണ്ട എന്ന് പറഞ്ഞ് ഒത്തിരി കരയുന്നുണ്ട്. ഇനി ഗെയിമിൻ്റെ അവസാനത്തെ ചോദ്യമായിരുന്നു. ഇതിൽ 7 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക, ഒരു റാപ്പിഡ് ഫയർ പോലെ. ഓരോ ക്വസ്റ്റ്യനും 2 കോടി രൂപ വീതമായിരിക്കും പ്രൈസ് മണി ഉണ്ടാകുക. ഈ ചോദ്യങ്ങളെല്ലാം സിയയോടാണ്. ഇപ്രാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസിനും തെറ്റായിട്ടുള്ള ആൻസർ ആയിരുന്നു കൊടുക്കേണ്ടത്. അപ്പോൾ വാച്ചിൽ റെഡ് ലൈറ്റ് ആയിരിക്കും കത്തുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വിവാനെയാണോ കല്യാണം കഴിച്ചത് എന്നായിരുന്നു. അവൾ അതിന് നോ എന്ന് പറഞ്ഞു. അപ്പോൾ റെഡ് ലൈറ്റ് കത്തി. രണ്ടാമത്തെ ചോദ്യം അവളുടെ തലയിലുള്ള മുടി അവളുടേത് സ്വന്തമാണോ എന്നായിരുന്നു. അതെ എന്ന് അവൾ ആൻസർ പറഞ്ഞു. അപ്പോഴും റെഡ് ലൈറ്റ് കത്തി. മൂന്നാമത്തെ ചോദ്യം ഖാൻ ഒരു പട്ടിയെപ്പോലെ മരിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നായിരുന്നു. അതിനവൾ നോ എന്ന് ആൻസർ പറഞ്ഞപ്പോഴും റെഡ് ലൈറ്റ് തന്നെയാണ് വന്നത്. നാലാമത്തെ ചോദ്യം ആ മാസ്ക് മാൻ അവളുടെ ശരീരത്തിൽ തൊട്ടപ്പോൾ അവൾക്കത് ഇഷ്ടമായിരുന്നോ എന്നാണ്. അവൾ യെസ് എന്ന് പറയുകയും റെഡ് ലൈറ്റ് തന്നെ വരികയും ചെയ്തു. അടുത്ത ചോദ്യം ഇത്ര അപമാനങ്ങൾ അനുഭവിച്ചിട്ടും നിങ്ങൾക്ക് ഇനിയും 21 കോടി രൂപ വേണോ എന്നതായിരുന്നു. അതിനും അവൾ നോ പറഞ്ഞ് റെഡ് ലൈറ്റ് തന്നെ വരുന്നു. അടുത്ത ചോദ്യത്തിൽ അവൾ വിവാനെ സ്നേഹിക്കുന്നുണ്ടോ എന്നായിരുന്നു. അതിൽ അവൾ ഇല്ല എന്ന ആൻസർ പറഞ്ഞ് റെഡ് ലൈറ്റ് തന്നെ കത്തുന്നുണ്ട്. അവസാന ചോദ്യമായിട്ട് അവളോട് വിവാഹത്തിന് ശേഷം ആരുടെയെങ്കിലും കൂടെ ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ടോ എന്നതായിരുന്നു. അതെ എന്ന് അവൾ ആൻസർ കൊടുത്തപ്പോൾ ഇപ്രാവശ്യം ഗ്രീൻ ലൈറ്റ് ആണ് വന്നത്. ഖാൻ സിയ അവളുടെ ബോസായ രാജ് മൽഹോത്രയുടെ കൂടെയാണ് അഫെയറിൽ ഉണ്ടായിരുന്നതെന്ന് പറയുന്നു.
അവൾ ആദ്യമൊന്നും ഇതൊന്നും സമ്മതിക്കില്ല. എന്നാൽ ഖാൻ അവരുടെ അഫെയറിന്റെ എവിഡൻസ് വിവാന് കാണിച്ചു കൊടുക്കുന്നു. വിവാന് സത്യം മനസ്സിലായി. അവൻ മരവിച്ചു നിൽക്കുന്നു. അവൾ അവർക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നും അവന് ജോലി നഷ്ടപ്പെട്ട സമയത്ത് അവളുടെ കൂടെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ചെയ്തതത്രേ. അവനോട് അവൾ ഒത്തിരി സോറി പറയുന്നുണ്ട്. പക്ഷേ അവന് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ ഫുൾ ബ്രേക്ക് ഡൗൺ ആവുകയാണ്. അപ്പോൾ ഖാൻ സിയ ഗെയിമിൻ്റെ റൂള് തെറ്റിച്ചെന്നും അവൾക്ക് മരിക്കേണ്ടി വരുമെന്നും പറയുന്നു. അവളെ രക്ഷിക്കണമെങ്കിൽ ആരെങ്കിലും മരിക്കേണ്ടി വരുമെന്നും പറയുന്നുണ്ട്. അതിന് വിവാൻ ആരെങ്കിലും കൊല്ലേണ്ടി വരുമെന്ന് പറയുന്നു. വിവാന് അവർ ഒരു ഗണ്ണ് കൊടുക്കുന്നു. എന്നിട്ട് സിയയും വിവാനെയും കൂട്ടി ആ ക്ലബിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഒരു ബോട്ടിൽ അവരെ ഒരു ഐലൻഡ് പോലെയുള്ള സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. സിയയും വിവാനും ബോട്ടിൻ്റെ ഇരുവശത്തുമായി ഇരിക്കുകയാണ്. രണ്ടുപേരും ഒന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. സിയ വിവാനോട് സംസാരിക്കാൻ നോക്കുന്നുണ്ട്. സിയയെ ഇവിടെ നിന്ന് പുറത്തെത്തിക്കുക എന്നത് വിവാന്റെ ഡ്യൂട്ടിയാണെന്ന് മാത്രം അവൻ പറയുന്നു. അവരെ ഒരു വില്ലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ആ വില്ലയുടെ മുകളിലത്തെ നിലയിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. ആ റൂമിൽ ഒരു പയ്യനിരിപ്പുണ്ട്. വിവാൻ അവനു നേരെ തോക്കു ചൂണ്ടുന്നു. അപ്പോൾ ഖാൻ അവിടേക്ക് വരുന്നു. ആ പയ്യൻ ഖാനെ പപ്പ എന്ന് വിളിച്ചപ്പോൾ വിവാൻ അവൻ്റെ മുഖം ശ്രദ്ധിച്ചു. അത് അക്രമായിരുന്നു. അവൻ ഒരു ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടിയെപ്പോലെ അവിടെ ഇരുന്നു കളിക്കുകയാണ്. വിവാന് അവനെ കണ്ട് ഭയങ്കര ഷോക്കായി. ഖാൻ അവനെ ഷൂട്ട് ചെയ്യാൻ പറയുന്നു. അല്ലെങ്കിൽ അയാൾ സിയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. വിവാൻ അക്രമിൻ്റെ തലയിൽ തോക്കു ചൂണ്ടുന്നു. അപ്പോൾ അക്രം വിവാനെ നോക്കുന്നു. പിന്നെ നമ്മളെ ഫ്ലാഷ് ബാക്കിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. കോളേജിലെ ആദ്യത്തെ ദിവസമായിരുന്നു അക്രമിൻ്റെ. വിവാനും സിയയും കൂട്ടുകാരും ചേർന്ന് ഫസ്റ്റ് ഇയേഴ്സിനെ റാഗ് ചെയ്യുന്നത് കാണാം. അക്രമിനെയും റാഗ് ചെയ്യാൻ തുടങ്ങുന്നു. വിവാനും അക്രമിനും ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട് അവിടെ. രാത്രി അക്രം ഹോസ്റ്റലിലെത്തുമ്പോൾ വിവാനും കൂട്ടുകാരും കൂടി അക്രമിൻ്റെ റൂമിൽ വെള്ളമടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. അക്രമിനെ എല്ലാവരും കൂടി നിർബന്ധിച്ച് പിടിച്ചു വെച്ച് ബിയർ കുടിപ്പിക്കുന്നുണ്ട്. അടുത്ത ദിവസം അവർ അക്രമിനെ കൊണ്ട് ചോക്ക് എടുത്തു കൊണ്ടുവരാൻ പറയുന്നു. എന്നിട്ട് വീണ്ടും വീണ്ടും ഓരോരോ ചോക്ക് അവനെ കൊണ്ട് എടുത്തു കൊണ്ടുവരിക്കുന്നുണ്ട്. അതിനുശേഷം അവർ അക്രമിൻ്റെ ഭക്ഷണത്തിൽ പല്ലിയെ ഇടുകയും അത് കഴിച്ച് അവൻ ഛർദ്ദിക്കുകയും ചെയ്യുന്നു. വിവാനും കൂട്ടുകാരും അവനെ ഒരു കാരണമില്ലാതെ തല്ലുകയും അവനെ ബാത്റൂമിൽ അടച്ച് ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒട്ടനവധി രീതിയിൽ വിവാനും കൂട്ടുകാരും അവനെ ഉപദ്രവിക്കുന്നു. അവൻ ഇതൊന്നും വീട്ടിൽ പറയാൻ പോലും സാധിക്കുന്നില്ല. കാരണം വീട്ടുകാരെ വിഷമിപ്പിക്കാതിരിക്കാനായിരുന്നു അത്. അവൻ ഇതെല്ലാം അവൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് പറയുന്നു. ഇത് എല്ലാത്തിൽ നിന്നും സഹികെട്ട് അക്രം പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകുന്ന വഴിയിൽ അവനെ പിടിച്ചുകൊണ്ട് വിവാൻ്റെ കൂട്ടുകാർ ടെറസിലേക്ക് പോകുന്നു. അവിടെ കോരിച്ചൊരിയുന്ന മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അക്രം കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയി എന്നറിഞ്ഞപ്പോൾ വിവാന് ഭയങ്കരമായി ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ വിവാൻ അവനെ ഭയങ്കരമായി തല്ലി അവൻ്റെ ഡ്രസ്സ് മുഴുവൻ അഴിപ്പിച്ച് അവനെ ഫുൾ നേക്കഡാക്കി എല്ലാവരുടെയും മുന്നിലേക്കിട്ടു. എന്നിട്ട് അവൻ്റെ ബാഗിൽ നിന്ന് ഒരു ട്രിമ്മർ എടുത്ത് അവൻ്റെ തലമുടി മുഴുവൻ ട്രിമ്മ് ചെയ്യുകയാണ്. അതിൻ്റെ വീഡിയോയും അവരെ എടുക്കുന്നുണ്ട്. അക്രമിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട് അവൻ്റെ കൂടെയുള്ള കൂട്ടുകാരി വരെ പേടിച്ച് നിൽക്കുകയാണ്. അക്രമിനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വിവാനും വിവാന്റെ കൂട്ടുകാരും അവനെ ആ പെരുമഴയത്ത് ടെറസിൽ ഉപേക്ഷിച്ച് പോകുകയാണ്. ഈ സംഭവം അക്രമിനെ മെൻ്റലി അൺസ്റ്റേബിൾ ആക്കി മാറ്റി. അവൻ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നു. പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ച് വിവാൻ ഭയങ്കര ഗിൽറ്റിൽ വെന്തുരുകുകയാണ്. അവൻ ഗൺ സ്വന്തം തലയിൽ വെച്ച് ട്രിഗർ വലിക്കുകയാണ്. എന്നാൽ അതിൽ ബുള്ളറ്റില്ലായിരുന്നു. ഖാൻ വിവാൻ അയാൾ ചെയ്ത തെറ്റിൻ്റെ വലിപ്പം മനസ്സിലാക്കാനാണ് അവരെ കൊണ്ട് ഇങ്ങനെ ഒരു ഗെയിം കളിപ്പിച്ചതും പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചതും. ഇതു പറഞ്ഞ് ഖാൻ അക്രമിനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. സിയയും വിവാനും തകർന്ന് ആ റൂമിൽ ഇരിക്കുന്നതോടെ ഈ മൂവിയും ടേബിൾ നമ്പർ 21 എന്ന ഗെയിമും അവസാനിക്കുന്നതായി കാണുന്നു. റാഗിംഗ് ഒരു ജോക്കല്ല, അതൊരു ക്രൈമാണ്. റാഗിങ്ങിനിരയായ കുട്ടികളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയും
അനുഭവങ്ങളും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി അവസാനിപ്പിക്കുന്നത്. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയ മൂവിയുടെ കഥ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ടേക്ക് കെയർ.